നമ്മുടെ പേഷ്യൻസിന് അവരുടെ ട്രീറ്റിംഗ് കെയർ പ്ലാനും പ്രോഗ്രസ് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ നീഡുമൊക്കെ മനസ്സിലാക്കുന്നതിന് ഫയൽ കാണണമെന്ന് പറഞ്ഞാൽ അവരുടെ റൈറ്റാണ് കേട്ടോ. അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ പേര്, ക്വാളിഫിക്കേഷൻസ് അറിയുക എന്നത് അവരുടെ റൈറ്റാണ്, തടയാൻ പറ്റില്ല നമുക്ക്. സോ ട്രീറ്റിംഗ് ഡോക്ടറുടെ പേരും മറ്റ് ഡീറ്റെയിൽസും കെയർ പ്ലാൻ എന്താണ്, നമ്മൾ കെയർ പ്ലാൻ എഴുതാറുണ്ടോ? ഉണ്ടാവണം. കെയർ പ്ലാൻ ഉണ്ടാവണം, അത് കാണാനുള്ള റൈറ്റ് പേഷ്യൻ്റുണ്ട്. പ്രോഗ്രസ് നോട്ട് എഴുതാം ഡോക്ടർക്ക്, നേഴ്സസിൻ്റെ നോട്ട്സ് എഴുതാം. ഇത് അങ്ങനെ പരസ്പരം ഇൻറ്റേർണലി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, പേഷ്യൻറ്റിൻ്റെ റൈറ്റും കൂടെയാണ് എന്തൊക്കെയാണ് നടന്നിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കൽ. സോ PRE 2K കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് include information on the name of the treating doctor, care plan, progress and information on their health care needs. അവരുടെ ട്രീറ്റിംഗ് ഡോക്ടറുടെ ഡീറ്റെയിൽസ്, കെയർ പ്ലാൻ ഡീറ്റെയിൽസ്, പ്രോഗ്രസ് ആൻഡ് ഇൻഫർമേഷൻ ഓൺ ദെയർ ഹെൽത്ത് കെയർ നീഡ്സ്, ഇതൊക്കെ അറിയുക എന്നത് പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ്. മറന്നു പോകണ്ട, അതൊന്ന് ലെഫ്റ്റാക്കി കളയല്ലേ. പേഷ്യൻറ്റിന് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, അത് ട്രാൻസ്പെറൻ്റ് ആണ്, ഇൻറ്റേർണലി ഹാൻഡിൽ ചെയ്യണം. ഇത് നിയമം അനുശാസിക്കുന്ന കാര്യമാണ്. PRE 2K കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഓരോ കുഞ്ഞു കാര്യങ്ങളിലെ വീഴ്ചയും നമ്മുടെ സ്റ്റാൻഡേർഡ് വീഴുകയാണ്. അതുകൊണ്ട് കൃത്യമായ ശ്രദ്ധയോടുകൂടി പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സിൽ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഓൺ ദ നെയിം ഓഫ് ദ ട്രീറ്റിംഗ് ഡോക്ടർ, കെയർ പ്ലാൻ, പ്രോഗ്രസ് ആൻഡ് ഇൻഫർമേഷൻ ഓൺ ദെയർ ഹെൽത്ത് കെയർ നീഡ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് പേഷ്യൻറ്റിന് കാണാനും കേൾക്കാനും ബോധ്യപ്പെടാനുമുള്ള റൈറ്റുണ്ട്.